ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാർട്ട് 39 ആണ്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന എല്ലാ പ്രധാനപ്പെട്ട വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കൺസോളിഡേറ്റഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. നമുക്കറിയാം ഡെബിറ്റ് നോട്ട് എന്താണെന്നറിയാം, ക്രെഡിറ്റ് നോട്ട് എന്താണെന്നറിയാം. GSTയിൽ സപ്ലയർ ആണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യേണ്ടതെന്നും നമുക്കറിയാം. വൺസ് സപ്ലയർ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ ഇൻവോയ്സിലെ ടാക്സബിൾ വാല്യൂ, ആ ബില്ലിന്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം ആ ഇൻവോയ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനാണ്, ആഡ് ചെയ്യുന്നതിനാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം സപ്ലയർ ടാക്സ് പോർഷൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു കസ്റ്റമർക്ക് ഇൻവോയ്സ് വാല്യൂ കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഫൈനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക. ഇങ്ങനെയാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഫൈനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം. ഇനി നമുക്കറിയാം ചെറിയ ബിസിനസ് യൂണിറ്റുകളുണ്ട്, ഇടത്തരം ബിസിനസ് യൂണിറ്റുകളുണ്ട്, വലിയ ബിസിനസ് യൂണിറ്റുകളുണ്ട്. എന്നാൽ ചെറിയ ബിസിനസ് യൂണിറ്റിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് അത്ര ഒരുപാട് കൂടുതലൊന്നും ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് വലിയ ബിസിനസ് യൂണിറ്റുകളിൽ ഒരുപാട് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യാനുണ്ടാവും. GST തുടങ്ങിയ കാലം തൊട്ടിട്ട് ഈ ഇൻവോയ്സ് വൈസ് ആണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്ത് കൊണ്ടിരുന്നത്. അത് വലിയൊരു തലവേദനയായിരുന്നു വലിയ ബിസിനസ്സുകാർക്ക് സമ്മാനിച്ചിരുന്നത്. നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ചിട്ട് 1 ഫെബ്രുവരി 2019 ഈ സെക്ഷൻ 34 എന്ന് പറയുന്ന സെക്ഷൻ 34 എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണ്. അതിൽ 1 ഫെബ്രുവരി 2019 ഒരു അമെൻമെന്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കൺസോളിഡേറ്റ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അമെൻമെന്റ് GST ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരുന്നെങ്കിലും പക്ഷെ ഫലത്തിൽ GST സൈറ്റിൽ അതിനുള്ള ചേഞ്ചസ് GST ഡിപ്പാർട്ട്മെന്റ് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ടാക്സ് പേയേഴ്സിനും കൺസോളിഡേറ്റഡ് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിന് അനുസൃതമായിട്ട് GST സൈറ്റിൽ രേഖപ്പെടുത്താനുള്ള അവസരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിരന്തരമായിട്ടുള്ള ബിസിനസ്സുകാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് അതായത് ഒരുപാട് GST ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വാൻസ് മെഷർമെന്റുകളായിട്ടുള്ള ഒരുപാട് ഹെൽപ്പിംഗ് സൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ GST ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് പേയറുടെ ഭാഗത്ത് നിന്ന് നോക്കി കണ്ടുകൊണ്ട് ഒരുപാട് ഹെൽപ്പുകൾ, അതായത് GST ഫയലിങ്ങും GST റൂളുകളൊക്കെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഹെൽപ്പുകൾ GSTയുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഓട്ടോ പോപ്പുലേറ്റ് GSTR 2B 3B അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ മുൻപേ ചെയ്തു വെച്ച അമെൻമെന്റ് സൈറ്റിലും കൂടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് GST ഡിപ്പാർട്ട്മെന്റ് വലിയൊരു സ്റ്റെപ്പാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് വലിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇനി മുതൽ അവർക്ക് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നോക്കുക, കൺസോളിഡേറ്റഡ് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട്, ഗുഡ് ന്യൂസ് ഫോർ ടാക്സ് പേയേഴ്സ്. സെക്ഷൻ 34 ഓഫ് ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് 2017 finally enabled the facility to report consolidated debit bar credit note under GST in GSTR 1 after more than 1.5 years of the amendment in section 34. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ 34 എപ്പോഴാണ് അമെൻമെന്റ് വരുത്തിയത്? ഫെബ്രുവരി 1, 2019 അത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സൈറ്റിൽ അത് ചെയ്യുന്നത്. ആ കൺസോളിഡേറ്റഡ് ആയിട്ട് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സെറ്റപ്പ് എനേബിൾ ചെയ്തത് ഇപ്പോഴാണ്, 1.5 വർഷത്തിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. എന്ന് നോക്കുക, GSTR 1 നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ടേബിൾ 9B എന്ന് നിങ്ങൾക്ക് കാണാം. അവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ട്സ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ടാവും, ഒരു ഭാഗമുണ്ടാവും. അവിടെ ഇത്തരം ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഒന്ന്, റിസീവർ GSTN നമ്പർ. അവിടെ നിങ്ങൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടെടുക്കാം. മാൻഡേറ്ററി ആയിട്ട് ഇത്തരം കോളങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരുന്നു. ഒന്ന് റിസീവർ GSTN നമ്പർ ആണ്, ഒന്ന് റിസീവർ നെയിം ആണ്, ഒന്ന് ഡെബിറ്റ് നോട്ടാണോ ക്രെഡിറ്റ് നോട്ടാണോ അതിന്റെ നമ്പർ ആയിരുന്നു, ഒന്ന് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തതിന്റെ ഡേറ്റ് ആയിരുന്നു, പിന്നെ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, ഒറിജിനൽ ഇൻവോയ്സ് ഡേറ്റ്. ഇങ്ങനെ 2 കോളങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതായത് മുൻപ്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവോയ്സ് വൈസ് ആയിരുന്നു ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്തിരുന്നത്. ഒരു ഇൻവോയ്സിന് ഒരു ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ. എന്നാൽ അതുകൊണ്ടായിരുന്നു ലിങ്ക് ചെയ്തത് ആ ഒറിജിനൽ ഇൻവോയ്സുമായിട്ട് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, ഒറിജിനൽ ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും GST ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കോളങ്ങളും ഇനി പൂരിപ്പിക്കേണ്ടി വരില്ല. ആ ഡീറ്റെയിൽസ് നിങ്ങളോട് GST ഡിപ്പാർട്ട്മെന്റ് ചോദിക്കില്ല. നോക്കുക, നൗ ഓൺവേർഡ്സ് GST പോർട്ടൽ does not ask for original invoice number and original invoice date as credit or debit note is delinked from original invoice on the GST portal, which in turn helps the taxpayers to report consolidated credit or debit note in respect of the multiple tax invoices raised in one financial year. നോക്കുക, നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, ഒറിജിനൽ ഇൻവോയ്സ് ഡേറ്റ്. ഈ രണ്ട് റിക്വയർമെന്റും ആ ഡീറ്റെയിൽസ് ചോദിച്ച ഭാഗങ്ങളും ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്? ഡീലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി കൺസോളിഡേറ്റ് ആയിട്ട്, കാരണം ഇത്തരം ഒരു കോളം നിങ്ങൾക്ക് പൂരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ആയിട്ട് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഒരു സാമ്പത്തിക വർഷം മൾട്ടിപ്പിൾ ഇൻവോയ്സിനെതിരെ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ചെയ്യാം? കൺസോളിഡേറ്റഡ് ആയിട്ട് ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്യാം. അത്തരം കൺസോളിഡേറ്റഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ മതി. കാരണം ഒറിജിനൽ ഏത് ഇൻവോയ്സിന്റെ എഗനിസ്റ്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം കൺസോളിഡേറ്റഡിൽ ഒന്നിൽ കൂടുതൽ ഇൻവോയ്സുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിന് എഗനിസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കാതെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൺസോളിഡേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം. കാരണം ഈ രണ്ട് ഡീറ്റെയിൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാ കോളങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. ഈ രണ്ട് കോളങ്ങൾ ഉണ്ടാവില്ല. അതായത് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, ഒറിജിനൽ ഇൻവോയ്സ് ഡേറ്റ് എന്ന രണ്ട് ഡീറ്റെയിൽസ് നിങ്ങളോട് ചോദിക്കില്ല. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അവിടെ കൊടുക്കണം. ഇനി നോക്കുക, ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ, മെസ്സേഴ്സ് ശബരി ട്രേഡേഴ്സ് has issued 6 tax invoices in the month of September 2020. ഈ സെപ്റ്റംബർ മാസം 2020 ശബരി ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം 6 ടാക്സ് ഇൻവോയ്സസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഒന്ന് ഇൻവോയ്സ് നമ്പർ 85 15/8/2020 രണ്ട് ഇൻവോയ്സ് നമ്പർ 88 18/8/2020 മൂന്ന് ഇൻവോയ്സ് നമ്പർ 90 20/8/2020 നാല് ഇൻവോയ്സ് നമ്പർ 92 22/8/2020 അഞ്ച് ഇൻവോയ്സ് നമ്പർ 95 25/8/2020 ആറ് ഇൻവോയ്സ് നമ്പർ 98 28/8/2020 ഇങ്ങനെ 6 ഇൻവോയ്സുകൾ ശബരി ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുക, ഓൺ 30th September 2020 സെയിൽസ് റിട്ടേൺസ് അഗൈൻസ്റ്റ് അബോവ് ദീസ് 6 ഇൻവോയ്സസ് ഫോർ വിച്ച് ശബരി ട്രേഡേഴ്സ് ഹാസ് ടു ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് അണ്ടർ GST. ഇനി ഇതിൽ ഒരുപാട് ഗുഡ്സ് പോയിട്ടുള്ള ഇതിൽ കുറെ ഭാഗങ്ങൾ ഓരോ ഇൻവോയ്സിൽ നിന്ന് കുറച്ചായിട്ട് ഓൺ 30th സെപ്റ്റംബറിൽ സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട്. ആർക്ക്? ശബരി ട്രേഡേഴ്സിന്. അതുകൊണ്ട് ശബരി ട്രേഡേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ മുന്നേ പോയ ബിൽ വാല്യൂ, ഇൻവോയ്സ് വാല്യൂ റെഡ്യൂസ് ചെയ്യണം. ആ റെഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് വേണം? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ട് അവരുടെ പർച്ചേസ്, അവരുടെ സാധനം വാങ്ങിച്ച കസ്റ്റമർക്ക് കൊടുക്കണം. അങ്ങനെ ശബരി ട്രേഡേഴ്സ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. വെദർ ശബരി ട്രേഡേഴ്സ് ഹാസ് ടു ഇഷ്യൂ 6 different credit notes or they can issue a consolidated credit note. ശബരി ട്രേഡേഴ്സിന് ഈ പറഞ്ഞ സാഹചര്യത്തിൽ 6 ബില്ലുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ 6 ഡിഫറെന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ടുകൾ ഇഷ്യൂ ചെയ്യേണ്ടി വരുമോ അതോ ഒരു സിംഗിൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ശബരി ട്രേഡേഴ്സിന്റെ മുമ്പിലുള്ള ചോദ്യം. നോക്കുക, ശബരി ട്രേഡേഴ്സ് ബിഫോർ അമെൻമെന്റ് സെക്ഷൻ 34 എന്താണ്? ഹാസ് ടു ഇഷ്യൂ 6 ക്രെഡിറ്റ് നോട്ട്സ്. ആഫ്റ്റർ അമെൻമെന്റ് സെക്ഷൻ 34 ക്യാൻ ഇഷ്യൂ 1 കൺസോളിഡേറ്റഡ് ക്രെഡിറ്റ് നോട്ട്. ഈ അമെൻമെന്റ് വരുന്നതിന് മുമ്പ്, അതായത് GST തുടങ്ങിയ കാലം തൊട്ടിട്ട് ഇതുവരെ എല്ലാവരും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇൻവോയ്സ് വൈസ് ആയിട്ടാണ് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അമെൻമെന്റ് ഫസ്റ്റ് ഫെബ്രുവരി 2019 വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് എന്ത് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല? സൈറ്റിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അമെൻമെന്റ് വന്നിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്യാൻ ടാക്സ് പേയേഴ്സിന് പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോഴ് ഈ അമെൻമെന്റിന് ശേഷം ആഫ്റ്റർ അമെൻമെന്റ് സെക്ഷൻ 34 ക്യാൻ ഇഷ്യൂ 1 കൺസോളിഡേറ്റഡ് ക്രെഡിറ്റ് നോട്ട്. ഈ അമെൻമെന്റ് വന്ന് ഇപ്പോൾ സൈറ്റും കൂടി റെഡിയായ സ്ഥിതിക്ക് എന്ത് ചെയ്യാം?
ടാക്സ് പേയേഴ്സിന് എന്ത് ചെയ്യാം, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുക. കാരണം അമെൻമെന്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഇപ്പോഴും സൈറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ടിട്ട് ഒരു വലിയ ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് വലിയ ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാം, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മന്ത്ലി ഒരുപാട് ക്രെഡിറ്റ് നോട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഡിസ്കൗണ്ട് ഉണ്ടാവുമായിരിക്കും, സെയിൽസ് റിട്ടേൺ ഉണ്ടാവുമായിരിക്കും, പല കാര്യത്തിനും ഉണ്ടായിരിക്കും. അതൊക്കെ കൂടിയിട്ട് സെയിൽസ് റിട്ടേൺ ഉള്ളത് ഒരു പ്രത്യേക ക്രെഡിറ്റ് നോട്ടായിട്ടോ അവർക്ക് ഇഷ്യൂ ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഉള്ളത് വേറെയായിട്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഒരു നിരവധി ക്രെഡിറ്റ് നോട്ടുകൾ ഇഷ്യൂ ചെയ്യേണ്ട സ്ഥലത്ത് അവർക്ക് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് കൺസോളിഡേറ്റഡ് ആയിട്ട് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ക്രെഡിറ്റ് നോട്ടുകളുടെ എണ്ണം കുറവായിരിക്കും. അവർ കീപ്പ് ചെയ്യേണ്ട ഒരുപാട് ക്രെഡിറ്റ് നോട്ടുകൾ, അതായത് ഫയൽ വൈസ് സാധാരണ വലിയ ബിസിനസ് യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടിന്റെ എണ്ണം ഒരുപാടായിരിക്കും, ഒരുപാട് ഫയലുകളിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ടിട്ട് കൺസോളിഡേറ്റഡ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും വരുന്ന സ്ഥിതിക്ക് അവർ കീപ്പ് ചെയ്യേണ്ട ഈ ഡെബിറ്റ് നോട്ടിന്റെ ക്രെഡിറ്റ് നോട്ടിന്റെ എണ്ണം കുറവായിരിക്കും. കാരണം അതിൻ്റെ അകത്ത് പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് എത്ര ബില്ല് തൊട്ടിട്ട് എത്ര ബില്ലിനെതിരെയാണ് അതിന്റെ ഡേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പർട്ടിക്കുലേഴ്സ് നരേഷൻ പറയുന്ന സ്ഥലത്ത് അവിടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ആ ടോട്ടൽ എമൗണ്ട് പറയാം. ഇന്ന പീരീഡിലുള്ള, ഇന്ന മാസത്തിലുള്ള, ഇന്ന ബിൽ നമ്പർ തൊട്ടിട്ട് ഇന്ന ബിൽ നമ്പറിന് വരെയുള്ള സെയിൽസ് റിട്ടേണിനാണ് ഈ ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ആ എമൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തായി, കൺസോളിഡേറ്റഡ് ക്രെഡിറ്റ് നോട്ടായി. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ GSTR 1 ടേബിൾ 9B എന്ന് പറയുന്ന സ്ഥലത്ത് കൺസോളിഡേറ്റഡ് എമൗണ്ട് കൊടുത്താൽ മതി. മുമ്പ് ചോദിക്കുന്ന പോലെ ഒറിജിനൽ ഇൻവോയ്സ് ഡേറ്റും ചോദിക്കുന്നില്ല. ഇപ്പോഴും GST ഡിപ്പാർട്ട്മെന്റ് ഡീലിംഗ് ചെയ്തിരിക്കുകയാണ് ഈ പോർഷനായിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് അവിടെ കാണിക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് കൺസോളിഡേറ്റഡ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയേണ്ടത്. ഇനിയും ഇതുപോലുള്ള ടാക്സ് പേയറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് GST ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് നല്ല നടപടികൾ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് GST ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.